2025 വിഷു ആഗതമായിരിക്കുകയാണ്. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷു ആശംസകൾ നേരുന്നു. നല്ലൊരു ഭാവി എല്ലാവർക്കും ഉണ്ടായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. കാർഷികോത്സവമായ ഒരു വിഷുനാൾ കൂടി ആഗതമാകുന്നു. ഗൃഹാതുരത്വം നിറഞ്ഞ ഒരു വർഷം മുഴുവൻ സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും ആയി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും ജെ ടൈംസ് ന്യൂസ് ചാനലിൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. റിപ്പോർട്ടർ സത്യൻ ചെങ്ങനാടിൻ്റെ വിഷു സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. സർക്കാർ അംഗീകൃത ഹാൾമാർക്കോടെ വിൽപ്പന നടത്തുന്ന സ്വർണം വെള്ളി ആഭരണങ്ങൾക്കും ഡയമണ്ട്സിനും മുപ്പതരം വെള്ളയിൽ ജ്വല്ലേഴ്സ്. ഞാൻ വാഴക്കുളത്ത് പ്ലാവടത്താഴം എന്ന പാടശേഖരത്തിൻ്റെ അടുത്തുള്ള ചാത്തംകുളം എന്ന സ്ഥലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. എൻ്റെ വീട് ഇവിടെ തന്നെയാണ്. ഞാൻ എൻ്റെ കാരണന്മാരായിട്ട് ഈ ഭൂമിയിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അതിൻ്റെ ഒരു മകനും കൂടിയാണ്. പക്ഷേ അച്ഛനും അമ്മയൊക്കെ മൺമറഞ്ഞു പോയി. എന്നിരുന്നാലും നമ്മൾ ഈ കൃഷിയിടം കാണുമ്പോൾ വളരെ ദയനീയമായ അവസ്ഥയാണ് കാണുന്നത്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഈ കൃഷി നമുക്ക് അന്യം നിന്ന് പോണ ഒരു കലക സാഹചര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കൃഷിയിടം കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ ഇവിടെ ചെറുപ്പം മുതൽ കിളച്ചും അച്ഛൻ്റെ കൂടെ നടന്നും നല്ല രീതിയിൽ പറ്റയും ചുവന്ന് ഭയങ്കര ഓണം വിഷുവൊക്കെ വരുമ്പോൾ നമ്മൾ അതിൽ ആ അരി വെച്ച് കഴിച്ചാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് വന്നിരിക്കുകയാണ്. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു പാടശേഖരത്തിലേക്ക് നോക്കുമ്പോൾ വളരെ ദയനീയാവസ്ഥയാണ് നമുക്ക് കാണുന്നത്. ഇങ്ങനെ കിടന്നാൽ പോരാ. നമ്മുടെ ഈ കൂട്ടായ്മ, അതായത് മലയാളികളായ ഈ കർഷക കൂട്ടായ്മ ഇവിടെ എല്ലാവരും ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് വന്നാലാണ് ഈ ഭൂമിയൊക്കെ നല്ല രീതിയിൽ വീണ്ടും ഉടലെടുത്ത് വരാൻ പറ്റുള്ളൂ. എന്നാണ് വിഷുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല അനുഭവങ്ങളായിരുന്നു. ഇപ്പോഴാണ് വിഷു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ കാട്ടിക്കൂട്ടുന്ന മാതിരി ഒരു ആഘോഷം മാത്രമേ ഉള്ളൂ. ചെറുപ്പകാലങ്ങളിലെ വിഷുവൊക്കെ നല്ല രീതിയിൽ ഇപ്പം മക്കളായിട്ട് അവർക്ക് തോന്നിയതുപോലെ അവർ നടത്തണം. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ട്. ഇപ്പം ആഘോഷങ്ങളൊക്കെ ചുരുങ്ങി, പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം നമുക്ക് വിഷു അങ്ങനെ പടക്കം പൊട്ടിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും നിയന്ത്രണങ്ങൾ വന്നു. അപ്പോൾ കുഞ്ഞു മക്കളുള്ളിടത്തൊക്കെ വിഷുക്കൈയുടെ കൊടുക്കുക, ചെറിയ രീതിയിലൊക്കെ കൂട്ടായ്മയോട് കൂടി മുന്നോട്ട് പോയി. ഇപ്പം അങ്ങനെയുള്ള പണ്ടത്തെ കൂട്ടായ്മകളൊന്നും ഇല്ല. അങ്ങനെ എന്താ പറയുക, ഇപ്പം വിഷു ആഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് വിഷു ആഘോഷിക്കുക എന്നുള്ളതാണ്. ഇപ്പം അങ്ങനെയുള്ള ഒരു രീതിയൊക്കെ അപൂർവമുള്ളൂ. വറച്ചു കയറി തങ്ങളും മറുനേര വറച്ചല്ലോ തകരെ ഇന്നെന്ത തമ്പൂര ഞങ്ങൾക്ക് കണ്ണി കൊണ്ട് തരാത്തീതെ നേരവും തന്നെയും അതത് 11 മണിയായി ദിഗീതെ ഒരു കണ്ടം പറി കഴിഞ്ഞ് ദിഗീതെ മറുകണ്ടം പറി തുടങ്ങി ദിഗീതെ വയറുവി ചെന്നട്ടോ അയ്യോ ഞങ്ങള് തന്തു ചെയ്യും തമ്പൂരാനെ ഞങ്ങളുടെ ഇരിപ്പാണേ ഞങ്ങൾക്ക് പണിയാനരുതായ ദിഗീതെ. ഒരിക്കൽ കൂടി ഏവർക്കും വിഷു ആശംസകൾ നേർന്ന് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്.